ഹായ് ഓൾ, വെൽക്കം ടു സൈലം. അപ്പോൾ നമുക്കിന്ന് സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻസ്. അപ്പോൾ ഇപ്പോൾ പുതിയ പാറ്റേണിൽ അത്യാവശ്യം കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പറയുന്ന അനലിറ്റിക്കൽ റീസണിങ്ങിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻസ് ഒക്കെ കൊടുക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻസ് ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്നതാണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what it is a given piece of information on which we test assumptions, conclusions അല്ലെങ്കിൽ ആർഗ്യുമെന്റ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ പറയുകയാണെങ്കിൽ അല്ലെ, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവർ പറയുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, പ്രസ്താവന അല്ലെ. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താ? അവരെന്ത് പറഞ്ഞാലും നമ്മളത് 100% ശരിയായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ, അസ്യൂം ചെയ്യാനായിട്ട്. അപ്പൊ സിലോജിസം പോലെയുള്ള ടോപ്പിക്കുകളെല്ലാം നമ്മളത് കണ്ടിട്ടുണ്ടല്ലേ. എന്ത് കാര്യങ്ങൾ അവിടെ പറഞ്ഞാലും തന്നിരിക്കുന്ന ചോദ്യം തീരുന്നത് വരെ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് 100% ശരിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അനലിറ്റിക്കൽ റീസണിങ്ങിൽ വരുന്ന എല്ലാതരം ചോദ്യങ്ങൾക്കും സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത്, പ്രസ്താവനയിൽ എന്താണോ പറയുന്നത്, അത് 100% ശരിയായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ശരിയായിരിക്കും. 100% ശരിയായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 100% ശരിയായിരിക്കും. എന്ത് പറഞ്ഞാലും വി ഡോണ്ട് ഹാവ് ടു വാട്ട്, നമ്മുടെ റിയാലിറ്റിയുമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറഞ്ഞാലും അത് ശരിയായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അവർ പറയാണ് ഇന്ത്യ ഈസ് എ ഡെവലപ്ഡ് നേഷൻ. യെസ്, സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടോ? അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറഞ്ഞാലും അത് ശരിയായിട്ട് വേണം ആ ചോദ്യം കഴിയുന്നത് വരെയും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ആ സ്റ്റേറ്റ്മെന്റിന്. ഓക്കെ അല്ലേ? റൈറ്റ്, സ്റ്റേറ്റ്മെന്റ് ആയി. നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അസംഷൻ ആണ്. സോ എന്താണ് അസംഷൻ എന്ന് പറയുന്നത്? See, assumption എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is something which is assumed, supposed and taken for granted. അതായത് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ പ്രിമൈസസ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ പ്രിമൈസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കൺക്ലൂഷൻ, അതായത് എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതിനാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുക. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയിട്ട് ആ പറയുന്ന കൺക്ലൂഷനിലോട്ട് എത്തുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അവര് അസ്യൂം ചെയ്തിട്ടുണ്ടാവുക. അതായത് ഹിഡൻ ആയിട്ടുള്ള പോർഷൻ ആണ് ഈ പറയുന്ന അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ നിഗമനം ഉണ്ട് അല്ലെ. അപ്പൊ ആ നിഗമനത്തിലോട്ട് എത്തുന്നത് മുന്നേ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഇവര് അസ്യൂം ചെയ്തിട്ടുണ്ടാവുക. അതിനാണ് നമ്മൾ എന്ത് പറയുക? അസംഷൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ അല്ലെ, ഹിഡൻ പാർട്ടിനെ, പോർഷൻസിനെയാണ് നമ്മൾ അസംഷൻസ് എന്ന് പറയുക. ഓക്കെ, സോ അൺസെറ്റ് പാർട്ട് അല്ലെ, ഒരു കൺക്ലൂഷൻ എത്തുന്നതിന് മുന്നേ പറയാതെ പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ ചെറിയ സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ ഒരു മാത്സിൽ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെ ബോർഡ് മാസ്റ്ററിലൊക്കെ യൂസ് ചെയ്തല്ലേ. ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്യുന്നു, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, അഡീഷൻ ചെയ്യുന്നു, സബ്ട്രാക്ഷൻ ചെയ്യുന്നു, നമ്മൾ കൃത്യമായിട്ട് ഓർഡറിൽ ചെയ്യും. പക്ഷെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല, പല സ്റ്റെപ്പുകൾ നമ്മൾ സ്കിപ്പ് ചെയ്യും. ആൻഡ് വി വിൽ ബി വാട്ട്, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആൻസറിലോട്ടാണ് നമ്മൾ എത്തുക. അപ്പൊ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു ഫൈനൽ ആൻസറിലോട്ട് എത്താൻ ചില കാര്യങ്ങളൊന്നും നമ്മൾ എഴുതുന്നില്ല, ചില സ്റ്റെപ്പുകൾ നമ്മൾ സ്കിപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന, അസ്യൂം ചെയ്യുന്ന പോർഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? അസംഷൻസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി നമ്മൾ അസംഷൻ റിലേറ്റഡ് ചോദ്യങ്ങളിൽ വരുമ്പോൾ യൂഷ്വലി നമ്മൾ രണ്ട് ടേംസ് കാണാറുണ്ട്, ഇംപ്ലിസിറ്റ് അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അതായത് ആ പറയുന്ന അസംഷൻ ശരിയാണോ, ട്രൂ ആണോ, അല്ലെങ്കിൽ ഫോളോ ചെയ്യോ എന്നതിന് നമ്മളിവിടെ ഇംപ്ലിസിറ്റ് എന്ന് പറയുന്ന ടേം കൊണ്ടാണ് നമ്മൾ കാണിക്കുക. അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോട്ട് ഫോളോസ് അല്ലെ, ഫോളോ ചെയ്യാത്തതിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇംപ്ലിസിറ്റ് ഉണ്ട്, ഫോളോ ചെയ്യും, എക്സ്പ്ലിസിറ്റ് ഫോളോ ചെയ്യില്ല. സംടൈംസ് ഫോളോസ് അല്ലെങ്കിൽ നോട്ട് ഫോളോസ് എന്ന് തരാം, ബട്ട് യൂഷ്വലി നമ്മൾ കാണാറുള്ളത് ഇംപ്ലിസിറ്റ്, എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്ന ഈ രണ്ട് ടേംസ് ആയിരിക്കും. അപ്പൊ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് അല്ലെ ഇംപ്ലിസിറ്റ് ആണ്, ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ് അല്ലെ, ഫൈനൽ കൺക്ലൂഷനിലോട്ട് എത്തുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടാവുക, ഇതിനാണ് നമ്മൾ എന്ത് പറയാ? യെസ്, അസംഷൻസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കാമെന്ന് വിചാരിക്കാം. ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് നമ്മുടെ സിറ്റുവേഷൻ അത്യാവശ്യം ഇന്ത്യ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്,
ഓക്കെ, അവസാനത്തെ ആൾ ഇറങ്ങുകയാണ്. 2 ഓവറേ ഉള്ളൂ, നമ്മൾക്ക് 20 റൺസ് വേണം. ഓക്കെ, 2 ഓവറേ ഉള്ളൂ, 20 റൺസ് വേണം. അടുത്ത അവസാനമായിട്ട് ഇറങ്ങാൻ പോകുന്ന ആള് നമ്മുടെ MS ധോണിയോ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയോ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടം ഉണ്ടാവുമല്ലോ, ചില ആൾക്കാർക്ക് MS ധോണി ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് വിരാട് കോഹ്ലി ആയിരിക്കും ഇഷ്ടം. അപ്പൊ അവരെ ഇന്ന ആൾക്കാർ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലേ, അപ്പൊ എന്തായാലും നമ്മൾ ജയിക്കും എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം എന്താ, വിരാട് കോഹ്ലി നല്ലൊരു ബാറ്റ്സ്മാൻ ആണ് എന്ന് അസ്യൂം ചെയ്യാം. കാരണം നമുക്ക് ഓൾറെഡി അത് അറിയാം അല്ലെ, വിരാട് കോഹ്ലി ആയതുകൊണ്ട് നമ്മൾ ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ അവിടെ അസ്യൂം ചെയ്യുകയാണ്. ഇനിയിപ്പോ MS ധോണി അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണല്ലേ, ആ കാലത്തിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണല്ലോ അല്ലെ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഇന്നാൾ ഇറങ്ങുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ അസ്യൂം ചെയ്യും, കാരണം അവരെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പൊ നമ്മുടെ ഈ ചോദ്യങ്ങളിൽ സ്റ്റേറ്റ്മെന്റ് തരും അല്ലെ. സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ടും ശരിയാണ്, 100% ശരിയായിട്ടുള്ള കാര്യങ്ങളെയാണല്ലോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ആ സ്റ്റേറ്റ്മെന്റിന് താഴെ നമുക്ക് കുറച്ച് അസംഷൻസ് തരും. അത് ശരിയാണോ, ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ മാത്രമായിരിക്കണം നമ്മൾ ചുറ്റിപ്പറ്റി നടക്കേണ്ടത്. നമ്മുടെ കയ്യിൽ നിന്ന് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അല്ലെ, സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് റിലേറ്റഡ് ടു ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം നമ്മുടെ അസംഷൻസ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അസ്യൂം ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് നോക്കാം, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ തന്നിട്ടുണ്ട്, അസംഷൻ തന്നിട്ടുണ്ട്, അത് ശരിയാണോ തരുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ആരാണോ അവിടെ കാര്യങ്ങൾ പറയുന്നത് അല്ലെ, ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കാം സംസാരിക്കുക, അതായത് സ്റ്റേറ്റ്മെന്റ് പറയുന്നതും ഒരു ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആയിരിക്കാം, അപ്പൊ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഓതറിന്റെ പെർസ്പെക്റ്റീവിൽ വേണം നമ്മളിവിടെ അസ്യൂം ചെയ്യാൻ, നമ്മളായിട്ടല്ല. അവര് എന്ത് അസ്യൂം ചെയ്തിട്ടായിരിക്കും ഈ ഉത്തരത്തിലോട്ട് എത്തുക, ആ രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങളെ നോക്കി കാണേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മീ യു ഷുഡ് ഗെറ്റ് യുവർ ചൈൽഡ് എക്സാമിൻഡ് ബൈ എ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരാള് ഒരു ഫ്രണ്ടിനോടായിരിക്കാം മേ ബി പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം യു ഷുഡ് ഗെറ്റ് യുവർ ചൈൽഡ് എക്സാമിൻഡ് ബൈ എ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ വെച്ചിട്ട് കുട്ടിയെ അല്ലെ നോക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരാൾ ഇങ്ങനെ, നീ എന്തായാലും കുട്ടിയെ എന്ത് ചെയ്യണം, നല്ല ഡോക്ടർ പിന്നെ ഒരു ENT അല്ലെങ്കിൽ ഏതാണോ അവരുണ്ട്, അവരെ പോയി കാണിക്കണം എന്ന് ഒരാള് ഉറപ്പോടുകൂടെ പറയണം. അത് ശരിയാ, ഒരാൾ ഇങ്ങനെ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ് അസ്യൂം ചെയ്യാൻ പറ്റുന്ന, അവിടെ പറയാതെ പറയുന്ന ഹിഡൻ ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത്. അപ്പോ അസംഷൻ അവർ പറയുന്നത് എന്താ, ശരിയാണോ തെറ്റാണോ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആർ ഏബിൾ ടു ഡയഗ്നോസ് ബെറ്റർ ദാൻ ഓർഡിനറി ഡോക്ടേഴ്സ്. സാധാരണ ഡോക്ടറിനേക്കാളും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് ബെറ്റർ ആയിട്ട് അസുഖങ്ങളെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ടായിരിക്കും മൂപ്പര് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക. ഇറ്റ്സ് വെരി ക്ലിയർ. ആണോ അല്ലയോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരാൾ എടാ നീ ഇന്ന ഡോക്ടറിനെ കാണും അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന എല്ലാ അസുഖങ്ങളും മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോക്ടർ നമ്മുടെ നാട്ടിലുണ്ടാവും. അതേപോലെ തന്നെയാണ് നമുക്കൊരു വിശ്വാസമാണല്ലേ. അപ്പൊ അത് ഒരാളിങ്ങനെ പറയാം ഇന്ന ഡോക്ടറിനെ കണ്ട സംഭവം റെഡി ആവും കേട്ടോ എന്നൊരാൾ പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ആളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവൻ ഉറപ്പാണ്, അവൻ ഇന്ന തന്നെ അസ്യൂം ചെയ്തിട്ടുണ്ടാവും, അവിടെ പോയാൽ കാര്യം നടക്കും എന്ന് ഉറപ്പിച്ച് അസ്യൂം ചെയ്തിട്ടാണ് ഇവര് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ. വിച്ച് മീൻസ് ഈ പറയുന്ന അസംഷൻ എന്തായാലും ശരിയായിട്ടുള്ള അസംഷൻ ആണ്. വെരി സിമ്പിൾ തിങ്. ഓക്കെ അല്ലെ. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം, നമ്മൾ എന്തായാലും അത് അഡ്രസ് ചെയ്യും. റൈറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് The book is intended to guide the layman to study yoga in the absence of a teacher. അപ്പൊ സാധാരണക്കാർക്ക് ടീച്ചറിന്റെ സാന്നിധ്യം ഇല്ലാതെ യോഗ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണിത് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറഞ്ഞാലും അത് ശരിയായിട്ട് വേണം നമ്മൾ പറയാൻ അല്ലെ. നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറഞ്ഞാലും അത് 100% ശരിയായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇവർ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് ബുക്ക് ഈസ് ഇന്റൻഡഡ് ടു ഗൈഡ് ദ ലേമാൻ അല്ലെ, സാധാരണ ആൾക്കാർക്ക് യോഗ പഠിക്കാൻ വിത്തൗട്ട് വാട്ട് ടീച്ചറിന്റെ സാന്നിധ്യമില്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു ബുക്കാണിത് എന്നൊരാൾ പറയുന്നുണ്ട്. ഇത് സാധാരണക്കാർക്ക് ടീച്ചറിന്റെ സാന്നിധ്യമില്ലാതെ പഠിക്കാൻ പറ്റുന്ന യോഗ പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അസംഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ, അപ്പൊ ബുക്കിന്റെ പബ്ലിഷർ ആയിരിക്കാം ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളായിരിക്കും അസ്യൂം ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ. ടീച്ചർ ഓഫ് യോഗ മേ നോട്ട് ബി അവൈലബിൾ ടു എവ്രിവൺ. എല്ലാ ആൾക്കാർക്കും ടീച്ചർ ആക്സസിബിൾ ആയിരിക്കില്ല എന്നാണ് ആദ്യത്തെ അസംഷൻ. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ.
ഈ ബുക്ക് ടീച്ചർ ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും യോഗ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ടീച്ചർ അവൈലബിൾ ആയിരിക്കില്ല, ആക്സസിബിൾ അല്ല എന്ന് പറയാതെ പറയുന്നുണ്ടോ? ഉണ്ട്. ഇതെന്തായാലും ശരിയായിട്ടുള്ള ഒരു അസംഷനാണ്. രണ്ടാമത്തെ, യോഗ ക്യാൻ ബി ലേൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബുക്ക്. ബുക്കിൽ ത്രൂ പഠിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു ബുക്ക് തന്നെ? നമ്മൾ ഒരാളെ പറ്റിക്കുന്ന പരിപാടികളൊന്നും സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവില്ല. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളെയും കൺസിഡർ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും പറ്റിക്കാം, പ്രാങ്ക് ചെയ്യാം എന്ന് പറയുന്ന പരിപാടികളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ബുക്ക് ഇന്റൻഡഡ് ടു എന്താ പറയുന്നത്, ഗൈഡ് ദ ലേമാൻ എന്ന് പറയുമ്പോൾ, ആ സാധാരണക്കാരനെ ഗൈഡ് ചെയ്യാൻ ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം, യോഗ ബുക്കില്ലാതെ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. ഇതും അവിടെ പറയാതെ പറയുന്ന അസംഷൻ തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെയും ഇവിടെ ശരിയായിട്ടുള്ള ഇംപ്ലിസിറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ ആണോ? റൈറ്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. The next meeting of the governing body of the institute will be held after 1 year. അപ്പൊ നമ്മുടെ ഗവേണിംഗ് ബോർഡിന്റെ അടുത്ത മീറ്റിംഗ് 1 വർഷത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? വിൽ ബി ഹെൽഡ് നടത്തുന്നൊക്കെയാണ് പറയുന്നത്. അസംഷൻ പറയുന്നത് the institute will remain in function after 1 year. 1 വർഷം കഴിഞ്ഞാലും ഇത് ഫംഗ്ഷനിങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം എന്താ? നാളെ കാണാട്ടോ, നാളെ വരാം, ഞാൻ അടുത്ത ആഴ്ച ഞാൻ വരാം എന്ന് നമ്മൾ പറയുമ്പോൾ അടുത്ത ആഴ്ച നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇന്നതുപോലെ അത് ചെയ്യും എന്നുള്ളത് കൊണ്ടല്ലേ നമ്മളൊരു കാര്യം പറയാം. അപ്പൊ 1 വർഷം കഴിഞ്ഞിട്ട് മീറ്റിംഗ് നടത്താമെന്ന് പറയുമ്പോൾ അതിനർത്ഥം 1 വർഷക്കാലം എന്തായാലും വർക്ക് ചെയ്യും, ഈ കമ്പനി എന്തായാലും കണ്ടിന്യൂ ചെയ്യും, അല്ലാതെ ഇടയിൽ വെച്ച് കൂട്ടിയിട്ട് പോവില്ല എന്ന് അസ്യൂം ചെയ്ത് തന്നെയാണല്ലോ ഇവരിങ്ങനെ പറയുക ആണ്. അപ്പോൾ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ റിമെയിൻ ഇൻ ഫംഗ്ഷൻ ആഫ്റ്റർ 1 year എന്ന് പറയുന്നത് എന്തായാലും ശരിയായിട്ടുള്ള അസംഷൻ തന്നെയാണ്. ഇപ്പൊ നമ്മള് ആപ്പിൾ എടുത്തു, ആപ്പിള് 2027 ഇന്നൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനി അത്രയും കാലം ഉണ്ടാകുമെന്ന് അസ്യൂം ചെയ്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ അവർ പറയാം. ഇടയിൽ വെച്ച് പൂട്ടാൻ തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പെർസ്പെക്റ്റീവില് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മേ ബി അത് പൂട്ടി പോവായിരിക്കാം. ബട്ട് അഗെയിൻ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ്മെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ നമ്മൾ നോക്കണ്ടല്ലോ. തന്നിരിക്കുന്ന മൊമെന്റിൽ ആ ഒരു ഇൻസ്റ്റൻസിൽ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നത് മാത്രം നമ്മളിവിടെ നോക്കിയാൽ മതി. റൈറ്റ്? ഓക്കെ, അവിടെ നോക്കാം. സ്റ്റേറ്റ്മെന്റ് നോക്കുക. The girl is too clever to fail in the examination. So the girl is too clever, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് എക്സാമിൻ തോൽക്കുക എന്ന് പറയുന്നത് ചിന്തിക്കണ്ട എന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിയുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എക്സാമിന് ഫെയിൽ ആവില്ല എന്നവർ പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതില് എന്ത് കാര്യം വളരെ ക്ലിയർ ആണ്, വളരെ സ്ട്രോങ് ആയിട്ട് ഡെഫിനറ്റ് ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ്? ആ എക്സാമിന് ക്ലെവർനെസ് ബുദ്ധി മാത്രം മതി, വേറെ ഫാക്ടേഴ്സിന് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. മേ ബി ഉണ്ടാവുമായിരിക്കാം, ബട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ദ ഗേൾ ഈസ് ടു ക്ലെവർ ടു ഫെയിൽ ദ എക്സാമിനേഷൻ. ഈ എക്സാം പാസ്സാവാൻ അല്ലെങ്കിൽ ഫെയിൽ ആവില്ല, അത്രയും ബുദ്ധിയാണ് കുട്ടിക്ക് എന്നുള്ള രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ എന്ത് അസ്യൂം ചെയ്തിട്ടായിരിക്കും ഭയങ്കര ബുദ്ധിയാണ് എക്സാം പാസ്സാവാൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ആളുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ ആ എക്സാമിന് ബുദ്ധി മാത്രം മതി എന്നുള്ളത് കൊണ്ടല്ലേ. സോ നമ്മൾ എന്ത് അസ്യൂം ചെയ്യാൻ പറ്റും? വെരി ക്ലെവർ ഗേൾസ് നോട്ട് ഫെയിൽ ഇൻ ദ എക്സാമിനേഷൻ ഇന്ന് എന്തായാലും അസ്യൂം ചെയ്തിട്ടായിരിക്കാം ഈ പെൺകുട്ടി എന്തായാലും എന്താവുക, ഫെയിൽ ആവില്ല എന്ന് സ്റ്റേറ്റ്മെന്റിൽ പറയണമെങ്കിൽ സോ എന്തായാലും ഈ അസംഷനും ശരിയായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ട്രീറ്റ് ചെയ്യാൻ, കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. ഓഫ് ഓൾ ദ ടി വി സെറ്റ്സ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ, എക്സ് ബ്രാൻഡ് ഹാസ് ദ ലാർജസ്റ്റ് സെയിൽ എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ പറയാണ് ഓഫ് ഓൾ ദ ടി വി സെറ്റ്സ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ ടി വി സെറ്റുകളും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ബ്രാൻഡ് ഹാസ് ദ ലാർജസ്റ്റ് സെയിൽ എന്നാണ് പറയുന്നത്. ബ്രാൻഡ് എക്സിനാണ് ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ളത് എന്നൊരാൾ പറയാണ്. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറഞ്ഞാലും അത് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അത് ശരിയായിട്ടുള്ള പോയിന്റ് ആണ്. അവിടെ നമ്മൾ ഈ പറയുന്ന റോങ് ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആ ചോദ്യം സോൾവ് ചെയ്യുമ്പോൾ അത് 100% ശരിയായിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. Which means of all the TVs manufactured in India, X brand has the largest sale എന്ന് സ്റ്റേറ്റ്മെന്റിൽ 100% ശരിയായിട്ട് പറയുന്നുണ്ടെങ്കിൽ അസംഷൻ തന്നിരിക്കുന്നത് എന്താ? The sale of all the TV set manufactured in India is known. Yes, എല്ലാ മാനുഫാക്ചറിന്റെയും സെയിൽസിന്റെ നമ്പേഴ്സ്, ഫിഗേഴ്സ് കയ്യിലുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമല്ലേ മൂപ്പർക്ക് അത്രയും കോൺഫിഡൻസോടുകൂടെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. യെസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അസംഷനും ഇവിടെ ശരി തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ജനറൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോൾ വളരെ പ്ലെയിൻ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് സ്റ്റേറ്റ്മെന്റ് 100% ശരിയാണ്. ദെൻ ആ ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ അസ്യൂം ചെയ്തിട്ടുണ്ടാവുക, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്കിവിടെ കുറച്ച് ട്രിക്കുകളുണ്ട്. നമുക്ക് ആൻസർ പെട്ടെന്ന്
ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ട്രിക്കുകളുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് പറയാം. അതായത് കുറച്ച് ഡെഫിനിറ്റീവ് വേർഡ്സ് നമ്മുടെ അസംഷൻസിൽ ഉണ്ടെങ്കിൽ അത് യൂഷ്വലി ഫോളോ ചെയ്യില്ല, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് എവ്രി, ഈച്ച്, നൺ, ഓൾ, ഓൺലി, അതായത് വളരെ കൃത്യമായിട്ട് എല്ലാവരും, എവ്രി വൺ എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? അത്രയും ഉറപ്പോടുകൂടെ നമ്മൾ ഒരു അസംഷനെ ട്രീറ്റ് ചെയ്യാറില്ല. അപ്പൊ യൂഷ്വലി ഇങ്ങനെയുള്ള ഡെഫിനിറ്റീവ് വേർഡ്സ് വരുമ്പോൾ ആ പറയുന്ന അസംഷൻ ഫോളോ ചെയ്യില്ല, അല്ലെങ്കിൽ ഫെയിൽ ആവാറുണ്ട്. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വരും, അത് എക്സ്ട്രീം കണ്ടീഷൻ, ബെസ്റ്റ് ആണത്, ഇതാണ് ഏറ്റവും ബെസ്റ്റ് സിറ്റുവേഷൻ, ഇതാണ് വേർസ്റ്റ് സിറ്റുവേഷൻ, ഇങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്യുന്നത് അത്രയും പ്രോത്സാഹിപ്പിക്കാറില്ല അസംഷൻസിലോട്ട് വരുമ്പോൾ. അതുപോലെ ഫ്യൂച്ചറിന്റെ കാര്യം, ഫ്യൂച്ചറിലെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യുക, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതുവെ നമ്മുടെ വാട്ട് അസംഷനെ വീക്കർ ആക്കാറുണ്ട്, അല്ലെങ്കിൽ അത് യൂഷ്വലി ഫോളോ ചെയ്യാറില്ല. അപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങളത് മനസ്സിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് POP ക്രൈസിസ് ഹാസ് വേഴ്സൺ ആൻഡ് ഗവൺമെന്റ് ഷുഡ് മേക്ക് എവറി എഫേർട്ട് ടു ബൂസ്റ്റ് എക്സ്പോർട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ BOP എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. സോ ദാറ്റ് ക്രൈസിസ് ഹാസ് വേഴ്സൺ ആൻഡ് ദ ഗവൺമെന്റ് ഷുഡ് മേക്ക് എവറി എഫേർട്ട് ടു ബൂസ്റ്റ് ദ എക്സ്പോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ട്, അപ്പോൾ ഇത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എക്സ്പോർട്ട് റെഡിയാക്കണം എന്നാണ് പറയുന്നത്, അല്ലെ? എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യണം, അതിന് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കണം എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, വിച്ച് ഈസ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറെ അസംഷൻസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഇവിടെ കറക്റ്റ് ആവുക, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇവിടെ ഫെയിൽ ആവുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ അസംഷൻ പറയുന്നത് എക്സ്പോർട്സ് ആർ ദ ബെസ്റ്റ് സൊല്യൂഷൻ ടു അവോയ്ഡ് ദിസ് BOP ക്രൈസിസ്. അവർ പറയുന്നത് വളരെ കോൺഫിഡൻസോടുകൂടെ എക്സ്പോർട്സ് ആർ ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ അസംഷനെ വീക്കർ ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അസംഷൻസിലോട്ട് വന്നു. അത് യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യാറില്ല, ഇത് തെറ്റായിട്ട് നമ്മൾ പറയും. രണ്ടാമത്തെ നോക്കുക, എക്സ്പോർട്സ് ആർ റീസണബിളി ഗുഡ് സൊല്യൂഷൻ. കുറച്ചുകൂടെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെ? എക്സ്പോർട്സ് ആർ റീസണബിളി ഗുഡ് സൊല്യൂഷൻ ടു ദ BOP ക്രൈസിസ്. ഇതെന്തായാലും ഫോളോ ചെയ്യുമെന്ന് പറയാൻ പറ്റും. എക്സ്പോർട്സ് ആർ ദ ഓൺലി, നോക്കുക, ഓൺലി സൊല്യൂഷൻ. അത് മാത്രമേ ഉള്ളൂ, ദാറ്റ് നമുക്ക് പറയാൻ പറ്റുമോ? നോ. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഡെഫിനിറ്റീവ് വേർഡ്സ് വരുമ്പോൾ ആ പറയുന്ന അസംഷൻ തെറ്റാവാറുണ്ട്. അടുത്ത് നോക്കുക, the BOP crisis will definitely be averted by boosting export. എന്തായാലും, അല്ലെ? നമുക്ക് എങ്ങനെയാണത് അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റുക? ഇതും എന്തായാലും വിൽ, ഡെഫിനറ്റ്ലി എന്ന് പറയുമ്പോഴും നമ്മൾ അത് വീക്ക് ആക്കുന്നുണ്ട്. The BOP crisis will probably be averted. Will probably, നോക്കുക, ഓരോ വാക്കുകളുടെയും, അല്ലെ, മീനിങ്ങിന്റെ വ്യത്യാസത്തിലാണ് ഇവിടെ അസംഷൻ ശരിയാവുന്നതും തെറ്റാവുന്നതും. അപ്പൊ വേർഡ് ബൈ വേർഡ് നമ്മൾ സ്റ്റേറ്റ്മെന്റുകളെയും ആ പറയുന്ന സെന്റൻസുകളെയും മനസ്സിലാക്കേണ്ട ആവശ്യം നമുക്ക് ഇവിടെയുണ്ട്. സോ ദ BOP crisis will probably be averted by boosting export. എന്തായാലും ശരിയായിട്ടുള്ള വാട്ട് നമ്മുടെ അസംഷൻ ആണ്. ക്ലിയർ ആയോ? സോ ഇതുപോലുള്ള ഡെഫിനിറ്റീവ് വേർഡ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ആക്ച്വലി അസംഷനെ തെറ്റാക്കാറുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണോ? റൈറ്റ്. അടുത്ത നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ കോസ് എഫക്ട് കണക്ഷൻസ് വരാറുണ്ട് ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ദ റെക്കോർഡ് ഹാസ് ബീൻ ബ്രോക്കൺ ബൈ ആൻ ഇന്ത്യൻ. റെക്കോർഡ് ബ്രേക്ക് ചെയ്തു ഒരു ഇന്ത്യൻ പൗരൻ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ബ്രേക്ക് ചെയ്തു. Therefore, all Indians must be feeling very proud. നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറഞ്ഞാലും അത് ശരിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ അവർ 100% ഉറപ്പോടുകൂടെ പറഞ്ഞ കാര്യം എന്താണ്? റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യൻസും മസ്റ്റ് ബി, ഓരോ വാക്കുകൾ നോക്കാം, എന്തായാലും വിൽ ബി ഫീലിംഗ് വെരി പ്രൗഡ് ആയിരിക്കും പറയുന്നത്. അപ്പൊ ഒന്ന് നടന്നു, അതിന്റെ റിസൾട്ട്, ഒരു കോസും ഉണ്ട്, ഒരു ഇഫക്റ്റും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തായാലും അസ്യൂം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ബ്രേക്കിംഗ് ഓഫ് എ റെക്കോർഡ് ബൈ എ ഫെല്ലോ കൺട്രിമാൻ മേക്സ് അതർ സിറ്റിസൺസ് പ്രൗഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന്, ഈ ഒരു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന്, അല്ലെ, ഒരാള് ബ്രേക്ക് ചെയ്തു, അപ്പൊ എല്ലാവരും പ്രൗഡായി എന്ന് സ്റ്റേറ്റ്മെന്റിൽ പറയുമ്പോൾ യൂഷ്വലി നമുക്ക് ജനറലൈസ് ചെയ്ത അസംഷൻ എന്തായിട്ട് പറയാൻ പറ്റും? ബ്രേക്കിംഗ് ഓഫ് എ റെക്കോർഡ് ബൈ എ ഫെല്ലോ കൺട്രിമാൻ മേക്സ് അതർ സിറ്റിസൺസ് പ്രൗഡ് എന്ന് ഈസിലി നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്തായാലും ഈ പറയുന്ന അസംഷൻ എന്തായാലും ഇവിടെ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ശരിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതായത് രണ്ട് ക്ലോസുകൾ തന്നു, അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നു, അവരെ കണക്ട് ചെയ്തിട്ട് therefore അല്ലെങ്കിൽ hence, അതായത് ഒന്ന് കോസും ആയിരിക്കും, ഒന്നതിന്റെ റിസൾട്ടും ആയിരിക്കും, അല്ലെ? നോക്കുക, ദ റെക്കോർഡ് ഹാസ് ബീൻ ബ്രോക്കൺ ബൈ ആൻ ഇന്ത്യൻ, therefore, അപ്പൊ അതിന്റെ റിസൾട്ട് ആണ് പിന്നീട് പറയുന്നത്, അതിന്റെ ഇഫക്റ്റ് ആണ് പിന്നീട് പറയുന്നത്. അപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് therefore അല്ലെങ്കിൽ hence B എന്ന് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് ജനറലി നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന എന്താ? ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് A leads to B. അപ്പൊ A leads to B എന്ന് കൃത്യമായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ആണോ?
അപ്പൊ എ കാരണം ബി നടന്നു എന്ന് പറയുമ്പോൾ എ ലീഡ്സ് ടു ബി എന്ന് എപ്പോഴും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെയാണ് കോസ് ഓഫ് ആക്ഷൻ വരിക. അപ്പോൾ എന്താണ് കോസ് ഓഫ് ആക്ഷൻ? ഓഫ് കോഴ്സ് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പൊ കോസ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിനെ അതിന്റെ ഒരു ഇന്റൻസിറ്റി അല്ലെ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റ് അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനോ ആയിട്ടോ നമ്മൾ ചെയ്യുന്ന സൊല്യൂഷൻസ് അല്ലെ ആ അപ്രോച്ചുകളെയാണ് നമ്മൾ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുക. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ ആ പ്രശ്ന പരിഹാരത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക, അതിനെയാണ് നമ്മൾ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുക. അപ്പൊ ഇവിടെ നോക്കാം, അതായത് ഒരു സ്റ്റേറ്റ്മെന്റിൽ അപ്പൊ ജനറൽ ആയിട്ട് നിങ്ങൾ ഇതിന് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഇവിടെ ചോദ്യങ്ങൾക്ക് വരാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സം പോസിറ്റീവ് എക്സ്പെക്ട് ഓഫ് എക്സ് ഈസ് മെൻഷൻഡ്. ഓക്കെ, ഒരു എക്സ് നടന്നു കഴിഞ്ഞാൽ ഇന്നതൊക്കെ സംഭവിക്കാം എന്നുള്ള പോസിറ്റീവ് എഫക്ട് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ആൻഡ് എ കോഴ്സ് ഓഫ് ആക്ഷൻ വൈ ഈസ് സജസ്റ്റഡ്. അപ്പോൾ അതിനുമായിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷനും അല്ലെ എങ്ങനെ നമുക്കത് ചെയ്യാം എന്നുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ വൈയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാ അതിന്റെ പോസിറ്റീവ് എക്സ്പെക്ട് തന്നിട്ടുണ്ട്, അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കോഴ്സ് ഓഫ് ആക്ഷനും തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോ ഇതിൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റുന്ന അസംഷൻ എന്ന് പറയുന്നത് എന്താ, ഓൾ ദ സെറ്റ് എല്ലാ കോഴ്സ് ഓഫ് ആക്ഷനുകളും അവിടെ അസംഷൻസിൽ ശരിയായിട്ട് വരും. അത് ഇന്നത് ചെയ്താൽ ഇത് ഇംപ്രൂവ് ആവും, ഇന്നത് ചെയ്താൽ ഇത് ശരിയാവും എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അസംഷൻസിൽ ശരിയായിട്ട് വരാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്, അതായത് നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് എക്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതായത് നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് എക്സ് ഈസ് മെൻഷൻ ആൻഡ് എ കോഴ്സ് ഓഫ് ആക്ഷൻ വൈ ഈസ് സജസ്റ്റഡ്. അല്ലെ, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോഴ്സ് ഓഫ് ആക്ഷൻ വൈകൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വാലിഡ് അസംഷൻ എന്ന് പറയുന്നത് എന്താ, എക്സ് നീഡ്സ് ഇംപ്രൂവ്മെന്റ്. അതായത് എക്സിന്റെ നെഗറ്റീവ് ആസ്പെക്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സിന് ഇംപ്രൂവ്മെന്റ് വേണം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അസംഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ അതെന്തായാലും ശരിയായിരിക്കും. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരിക, സിറ്റുവേഷൻ മാറിപ്പോകുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നോക്കുക, ദ നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് എക്സ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ അൺഡിസൈറബിൾ അല്ലെങ്കിൽ ഹാംഫുൾ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി അവരത് പറഞ്ഞതാണല്ലോ. അതുപോലെ തന്നെ വൈ വിൽ ഇംപ്രൂവ് എക്സ് അല്ലെ, വൈ എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളോട് നമുക്ക് എക്സ് ഇംപ്രൂവ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ വൈ വിൽ ഇംപ്രൂവ് എക്സ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യുന്ന അസംഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നോക്കുക, ദ അഡ്വാൻറ്റേജസ് ഓഫ് അഡോപ്റ്റിംഗ് വൈ ഫാർ ഔട്ട് ബൈ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് നോട്ട് അഡോപ്റ്റിംഗ് ഇറ്റ്. അല്ലെ, വൈ എക്സിന് കുറെ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ വൈ എന്ന് പറയുന്നത് അതിനെ ഓവർകം ചെയ്യാനാണ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് എന്ത് ചെയ്യും നമ്മൾ, യെസ്, the advantages of adopting y far outweigh the disadvantages. അപ്പോൾ അതിന് കൂടുതലും അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അതെന്തായാലും ചെയ്യണം. ആ രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും കോഴ്സ് ഓഫ് ആക്ഷൻ വരുമ്പോൾ. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ച് നിൽക്കുക, ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ദ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ അവർ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ക്യാൻ ഓൺലി ബി ഡിസ്ക്രൈബ്ഡ് ആസ് അൺഡിസിപ്ലിൻഡ് ആൻഡ് അൺകോർഡിനേറ്റഡ്. ഓക്കെ, ഇത് നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ പബ്ലിക് സെക്ടറിലുള്ളത് can be described as undisciplined and uncoordinated എന്നൊക്കെയാണ് പറയുന്നത്. Therefore some harsh disciplinary actions need to be taken. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതിൽ നിന്ന് വാലിഡ് ആയിട്ടുള്ള അസംഷൻസ് എന്തൊക്കെയാ? See, the working atmosphere of a public sector is not ideal, needs of course അതിന്റെ നെഗറ്റീവ് കാര്യമല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതെന്തായാലും ശരിയായിട്ടുള്ള അസംഷൻ തന്നെയാണ്. Indiscipline and lack of coordination are undesirable in any industry. അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നതും ഇവിടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം കോഴ്സ് ഓഫ് ആക്ഷന്റെ പ്രത്യേകതകളാണിത്. അടുത്ത് നോക്കുക, ടേക്കിംഗ് ഹാർഷ് ഡിസിപ്ലിനറി ആക്ഷൻ വുഡ് ഇംപ്രൂവ് ദ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഓഫ് പബ്ലിക് സെക്ടർ. അല്ലെ, അത് ചെയ്തു കഴിഞ്ഞാൽ ഇംപ്രൂവ് ആവുമെന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ തന്നെ പറഞ്ഞതാ, ഇതാണ് കോഴ്സ് ഓഫ് ആക്ഷൻ, അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രവർത്തികളാണ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പൊ ഇത് തിരിച്ച് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ശരിയായിട്ട് അസ്യൂം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദ ബെനിഫിറ്റ്സ് ഔട്ട്വേ ദ ഡിസഡ്വാൻറ്റേജസ് ഇഫ് എനി ഓഫ് ടേക്കിംഗ് ഹാർഷ് ഡിസിപ്ലിനറി ആക്ഷൻസ്. അതും ശരിയായിട്ട് നമുക്ക് ഫോളോ ചെയ്യും എന്ന് പറയാൻ പറ്റുന്ന അസംഷൻ തന്നെയാണ്. ഓക്കെ ആണോ? റൈറ്റ്. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കോഴ്സ് ഓഫ് ആക്ഷനിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ, നമ്മൾ എക്സിന്റെ നെഗറ്റീവ്സ് പറഞ്ഞു, വൈ ഇംപ്രൂവ് ചെയ്യുന്നു പറയുമ്പോൾ ആ രീതിയിൽ പറയുന്നതെല്ലാം ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും വാലിഡ് അസംഷൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ചില ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മൾ കാണുന്ന കൂടുതലും ചോദ്യങ്ങളും അഡ്വർടൈസ്മെന്റ്സോ നോട്ടീസസോ അപ്പീൽസോ ഒക്കെയാണ് വരിക. അപ്പോൾ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു ഫേം അല്ലെ, ഒരു കമ്പനി ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതോറിറ്റി ആവും, ഒരു ഗവൺമെന്റ് ആവും, അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം ഈ നോട്ടീസ്, അപ്പീൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഒരു കമ്പനിയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും പറയേണ്ടത്, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സി അഡ്വർടൈസ്മെന്റ് അപ്പീൽ നോട്ടീസ് ഡസ് ഹാവ് സം എഫക്ട്. അപ്പൊ അതിനൊരു പോസിറ്റീവ് എഫക്ട് ഉണ്ട്. ഇത് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇത് കാണും, ആൾക്കാർ ഇത് ഫോളോ ചെയ്യും എന്ന് അസ്യൂം ചെയ്തിട്ട് തന്നെയായിരിക്കും ഈ പറയുന്ന അഡ്വർടൈസ്മെന്റുകളും നോട്ടീസുകളും അപ്പീലുകളും കൊടുക്കുക എന്ന് മനസ്സിലാക്കുക. ഇൻ കേസ് ഓഫ് എനി അഡ്വർടൈസ്മെന്റ്, സി that which is being highlighted is looked for and expected by the people. Of course, നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ഇടുമ്പോൾ, ഒരു ടിവിയുടെ പരസ്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും
ജനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നതാണ്. ആ തരത്തിലാണ് നമ്മൾ ഇമാജിൻ ചെയ്യുക. ആൾക്കാർക്ക് വേണമെങ്കിലല്ലേ നമ്മൾ ഈ പറയുന്ന പരസ്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അപ്പൊ അത് ആ രീതിയിൽ തന്നെ നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ, ഇൻ കേസ് ഓഫ് എ പബ്ലിക് ഇൻട്രസ്റ്റ് നോട്ടീസ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദോസ് who issue it to issue such notices. അപ്പൊ ഒരു പബ്ലിക് ഇൻട്രസ്റ്റിന്റെ കാര്യമാണെങ്കിൽ അത് ആ അതോറിറ്റിന്റെ അവർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ പറയുന്നതും എല്ലാം ശരിയായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. Again, in case of public interest notice, what is being advised must be beneficial for people. അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റിൽ ഒരു കാര്യം പറയുമ്പോൾ, ഒരു ഗവൺമെന്റ് ബോഡി പറയുമ്പോൾ, അത് സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കും എന്ന് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്ത് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. ഇൻ കേസ് ഓഫ് എൻ അപ്പീൽ, ദ റീസൺ ഫോർ ഇഷ്യൂയിങ് ഇറ്റ് എക്സിസ്റ്റ്. അല്ലെ, ഒരു അപ്പീൽ ആണെങ്കിൽ അതിന് കാരണമുണ്ട്, അല്ലാതെ ചുമ്മാ ഒന്നും പറയില്ല എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇൻ കേസ് ഓഫ് any official notice, in case of an official notice, the effect of its implementation will be beneficial for the organization. അപ്പൊ നമ്മൾ ഒരു ഒഫീഷ്യൽ നോട്ടീസ് ഇറക്കുമ്പോൾ അത് എന്തായാലും അത് പാലിക്കുകയാണെങ്കിൽ അത് കമ്പനിയുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെ, കമ്പനിയുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ പറയുന്ന നോട്ടീസുകൾ ഇറക്കുക. അപ്പൊ ഇതൊക്കെ ജനറലി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ഫ്രം നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് കമ്പൽസറി ഫോർ every worker to submit a daily report, a notice issued by a company. അപ്പോൾ ഒരു കമ്പനിയുടെ നോട്ടീസ് ആണ് അല്ലേ, ഫ്രം അടുത്ത മാസം മുതൽ തന്നെ ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് കമ്പൽസറി ഫോർ എവറി വർക്കർ ടു സബ്മിറ്റ് എ ഡെയിലി റിപ്പോർട്ട്. എല്ലാ ആൾക്കാരും ഡെയിലി റിപ്പോർട്ട് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അസ്യൂം ചെയ്യാൻ പറ്റുക? ദി നോട്ടീസ് വിൽ ബി റെഡ് ബൈ ദ വർക്കേഴ്സ്. ഓഫ് കോഴ്സ് അത് അസ്യൂം ചെയ്ത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഒരു നോട്ടീസ് എടുക്കുമ്പോൾ എല്ലാ ആൾക്കാരും കാണുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ എന്തായാലും അത് ശരിയായിട്ടുള്ള തന്നെയാണ്, വാലിഡ് അസംപ്ഷൻ തന്നെയാണ്. ദ ഡെയിലി സബ്മിഷൻ ഓഫ് റിപ്പോർട്ട്സ് ബൈ വർക്കേഴ്സ് വിൽ പ്രൂവ് ബെനിഫിഷ്യൽ ഫോർ ദ കമ്പനി. യെസ്, കമ്പനി ഒരു നോട്ടീസ് ഇറക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരിയായിട്ട് നമ്മൾ എടുക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അടുത്ത് നോക്കുക, ഡൊണേറ്റ് മണി ഫോർ ദ എർത്ത് വിക്ടിംസ്. അപ്പീൽ, ഒരു അപ്പീൽ പറയണം അല്ലെ, ഡൊണേറ്റ് മണി ഫോർ ദ earthquake victims. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ വാലിഡ് അസംപ്ഷൻസ് ആയിട്ട് വരിക? ദ അപ്പീൽ വിൽ ഹാവ് സം ഇഫക്ട് ഓൺ പീപ്പിൾ. ഓഫ് കോഴ്സ് ജനങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ, ചേഞ്ചസ് കൊണ്ടുവരുമെന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് വാലിഡ് അസംപ്ഷൻ തന്നെയാണ്. ഓക്കെ, അടുത്ത നോക്കുക, there has been an earthquake and the condition of the earthquake victims is pitiable. Of course, അല്ലെ, നടന്നു അല്ലെങ്കിൽ അത് പിറ്റിയബിൾ ആണ് എന്ന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട്, കാരണം ഇത് ഒരു അപ്പീലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കുക, സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? പ്ലീസ് ഡു നോട്ട് ലീൻ ഔട്ട് ഓഫ് ദ റണ്ണിങ് ട്രെയിൻ. അല്ലെ, ട്രെയിനിന്റെ അല്ല, ഓടുന്ന വണ്ടിയുടെ പുറത്ത് ലീൻ ഔട്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. നോട്ടീസ് ഇൻ ദ റെയിൽവേ കമ്പാർട്ട്മെന്റ് നോട്ടീസ് ആണ്. അപ്പോൾ ഇവിടെ വാലിഡ് അസംപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് എടുക്കാം? ദ പീപ്പിൾ ആർ ലൈക്ലി ടു പേ അറ്റൻഷൻ. ഓഫ് കോഴ്സ് ദ പീപ്പിൾ ആർ ലൈക്ലി ടു പേ അറ്റൻഷൻ ടു ദോസ് കൈൻഡ് ഓഫ് നോട്ടീസ്. അല്ലെ, അവരത് എന്തായാലും ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും അത് അസ്യൂം ചെയ്തിട്ട് തന്നെ ആയിരിക്കും റെയിൽവേ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ റെയിൽവേസ് ടു ഇഷ്യൂ സച്ച് നോട്ടീസസ്. ഓഫ് കോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു അതോറിറ്റി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അവരുടെ ഡ്യൂട്ടിയാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതും അസംപ്ഷൻ തന്നെയാണ് വാലിഡ് ആയിട്ടുള്ളത്. ലീനിങ് ഔട്ട് ഓഫ് റണ്ണിങ് ട്രെയിൻ ഈസ് ഡേഞ്ചറസ്. ഓഫ് കോഴ്സ്, അല്ലേ, അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഒരു പ്രശ്നമില്ലെങ്കിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ആയിട്ട് ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ. നോട്ട് ലീനിങ് ഔട്ട് ഓഫ് റണ്ണിങ് ട്രെയിൻസ് എൻഷുവേഴ്സ് സേഫ്റ്റി. അല്ലെ, നോട്ടീസ് അപ്പീൽ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും അത് എത്ര ബെനിഫിഷ്യൽ ആണ് അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ വാലിഡ് അസംപ്ഷൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ചോദ്യങ്ങൾ ഇൻ ദ സെൻസ് ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് എക്സാമിന് യൂഷ്വലി കിട്ടുക എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബിൽഡിംഗ് ഓഫ് ദ സ്കൂൾ ഈസ് ഇൻ ബാഡ് കണ്ടീഷൻ. കൃത്യമായിട്ട് മനസ്സിലാക്കണം, വേർഡ് ബൈ വേർഡ് മനസ്സിലാക്കണം. ദ ബിൽഡിംഗ് ഓഫ് ദ സ്കൂൾ ഈസ് ഇൻ ബാഡ് കണ്ടീഷൻ, അതായത് സ്കൂൾ ബിൽഡിംഗ് കുറച്ച് മോശം കണ്ടീഷനിലാണ്. ഇറ്റ് നീഡ്സ് അർജന്റ് റിപ്പയറിംഗ് ആൻഡ് പെയിന്റിംഗ്. അതിന് പെട്ടെന്ന് തന്നെ റിപ്പയറിംഗും പെയിന്റിങ്ങും അനിവാര്യമാണ്, ആവശ്യമാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം. റൈറ്റ്, രണ്ട് അസംപ്ഷൻസ് തന്നിട്ടുണ്ട്. നോക്കാം എന്താണ് പരിപാടി. അല്ലെ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കനോട്ട് ബി ഇംപ്രൂവ്ഡ്. Quality of education cannot be improved unless the school building is repaired. അപ്പോൾ സ്കൂൾ ബിൽഡിംഗ് റിപ്പയർ ചെയ്യാത്തിടത്തോളം കാലം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സി, ഇവിടെ ബിൽഡിംഗ് ഓഫ് ദ സ്കൂൾ ഈസ് ഇൻ ബാഡ് കണ്ടീഷൻ, ഇറ്റ് നീഡ്സ് അർജന്റ് റിപ്പയറിംഗ് ആൻഡ് പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇവിടെ എഡ്യൂക്കേഷണൽ ഒരു ക്വാളിറ്റിയെ കുറിച്ച്, അല്ലെ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇത് ഡയറക്ട്ലി ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതല്ല. ഇവിടെ ഭയങ്കരമായിട്ടുള്ള അസംപ്ഷനാണ് നടത്തുന്നത്. നമ്മൾ സ്റ്റേറ്റ്മെന്റിനെ റിലേറ്റ് ചെയ്ത അസംപ്ഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ. കാരണം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വേറെ കുറെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വേറെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്, വേറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഇത് നമുക്കവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല.
Okay, repairing and painting of the office building. See, we are talking about what? School building ആണ് അല്ലെ, ബിൽഡിംഗ് ഓഫ് ദ സ്കൂൾ എന്ന് പറഞ്ഞത്. ഇവിടെ ഓഫീസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് സ്കൂളിൽ അഗെയിൻ കൺഫ്യൂഷൻ ആണ്, നോട്ട് റിലേറ്റഡ് ടു ദ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ഇവിടെ പൈസ ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയില്ല, അതിനെക്കുറിച്ചൊന്നും സ്റ്റേറ്റ്മെന്റിൽ പറയുന്നില്ല. അപ്പൊ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. സോ ഇതും എന്തായാലും തെറ്റാണ്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, neither one nor two is implicit അല്ലെ. യെസ്, രണ്ടും ഫോളോ ചെയ്യില്ല എന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ഓക്കെ അല്ലേ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ടിനും നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇഫ് യു ഡോണ്ട് ഫോളോ ട്രാഫിക് റൂൾസ്, നിങ്ങൾ ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ യു വിൽ ബി ഫൈൻഡ് അല്ലെ. നിങ്ങൾ ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഫൈൻ ചെയ്യപ്പെടുമെന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്തൊക്കെ അസ്യൂം ചെയ്തിട്ടായിരിക്കാം ഇവർ പറഞ്ഞിട്ടുണ്ടാകും? മേ ബി പോലീസ് ആയിരിക്കാം ഓർ സമ്മൺ എൽസ് അല്ലെ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ അസംഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി നമുക്ക് നോക്കാം. ഓക്കെ, പീപ്പിൾ മേ സ്റ്റാർട്ട് ഫോളോയിങ് റൂൾസ് ടു അവോയ്ഡ് ഫൈൻ. ചിലപ്പോൾ ആൾക്കാർ അല്ലെ എന്ത് ചെയ്യും, ഫൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റൂൾസ് ഫോളോ ചെയ്യാം അല്ലെ, ചെയ്യാമേ. കറക്റ്റാ, ഇത് അസ്യൂം ചെയ്തിട്ട് തന്നെ ആയിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. ട്രാഫിക് റൂൾസ് ആർ ഫോർ പീപ്പിൾ സേഫ്റ്റി. ഇവിടെ ആലോചിച്ച് നോക്കുക, ആൾക്കാരുടെ സേഫ്റ്റിനെ കുറിച്ച് ട്രാഫിക് റൂൾസ് ഇത് പറയുന്നുണ്ടോ? ട്രാഫിക് റൂൾസ് മാത്രമാണോ ഈ പറയുന്ന സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ? അല്ല. അല്ലെങ്കിൽ ഇവിടെ ഫൈനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, സേഫ്റ്റിയെ കുറിച്ചല്ല. അല്ലെങ്കിൽ ഇവർ പറയുകയാണ് ലൈക്ക് ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കണം, അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, സേഫ്റ്റി ഒരു പാരാമീറ്റർ ആയിട്ട് വരും ഇവിടെ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ പറയുന്നത് ട്രാഫിക് റൂൾസ് ആർ ഫോർ പീപ്പിൾ സേഫ്റ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്റ്റഡ് അല്ല എന്നുള്ളതാണ് പ്രശ്നം. ശരിയാ, റിയാലിറ്റിയിൽ കറക്റ്റ് തന്നെയാണ്. പക്ഷെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ വാട്ട് ഫൈൻ ചെയ്യപ്പെടുന്നു മാത്രമേ പറയുന്നുള്ളൂ. വാട്ട് ഈ പറയുന്ന സേഫ്റ്റിയെ കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ സ്റ്റേറ്റ്മെന്റ് അല്ല. സോ അത് പോയി. ഓപ്ഷൻ ഡി, ഓൺലി അസംഷൻ വൺ ഈസ് ഇംപ്ലിസിറ്റ് ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. അപ്പൊ എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ പറയുക. ഓക്കെ, റൈറ്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. If you fail the test, I will cancel your plans for the picnic. A father warns his daughter. ഒരു അച്ഛൻ മകളോട് വാൺ ചെയ്യാണ്, എക്സാമിന് പൊട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ ക്യാൻസൽ യുവർ പ്ലാൻസ് ഫോർ ദ പിക്നിക് എന്നാണ് പറയുന്നത് അല്ലെ. പിക്നിക്കിന്റെ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്യും എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയാം, നീ എക്സാമിന് പാസ്സായില്ലെങ്കിൽ ഒന്നും വാങ്ങിച്ചു തരില്ല കേട്ടോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകില്ല കേട്ടോ, പിക്നിക്കിന് കൊണ്ടുപോകില്ല കേട്ടോ എന്നൊരു അച്ഛൻ പറയുകയാണെങ്കിൽ, ഒരു അമ്മ പറയുകയാണെങ്കിൽ, ഒരു പാരന്റ് പറയുകയാണെങ്കിൽ എന്താ അസ്യൂം ചെയ്തിട്ടായിരിക്കും? ഡിസയർ ഫോർ ദ പിക്നിക് ആൻഡ് ബൂസ്റ്റ് ഹെർ മോട്ടിവേഷൻ ടു സ്റ്റഡി സിൻസിയർലി ഫോർ ദ ടെസ്റ്റ് അല്ലേ. നമുക്ക് ഇന്നത് കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന കാര്യമാണ്, വിച്ച് ഈസ് വാട്ട് റിയലി കണക്റ്റഡ് ടു ദ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. എന്തായാലും ശരിയാണ്. ദ ഡോട്ടർ വിൽ ഫെയിൽ ദ ടെസ്റ്റ് ഇഫ് ഷീ ഡസൻ ഗെറ്റ് എനി വാർണിംഗ്. നമുക്ക് ആ കുട്ടിയെ കുറിച്ച് പേഴ്സണലി അറിയോ? അത് പഠിക്കുന്ന കുട്ടിയാണോ പഠിക്കാത്ത കുട്ടിയാണോ? ഈ പറയുന്ന എക്സാമിന് പഠിച്ചിട്ടുണ്ടോ? അതൊന്നും നമുക്കറിയില്ല. ഈവൻ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തോ എന്തായാലും വോട്ട് ഫെയിൽ ആകുമെന്ന് പറയുന്നൊന്നും അല്ലെ, വോൺ ചെയ്തില്ലെങ്കിൽ ഫെയിൽ ആവും എന്ന് പറയാൻ കുട്ടിയുടെ ക്യാരക്ടറൊന്നും നമുക്കറിയില്ല. അപ്പൊ രണ്ടാമത്തെ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്തേ വരുള്ളൂ? ഓപ്ഷൻ ബി, ഓൺലി അസംഷൻ ഈസ് ഇംപ്ലിസിറ്റ് ആണ് ഇവിടെ ശരി ഉത്തരം വരിക. ആണോ അല്ലയോ? യെസ്. അടുത്ത നമുക്ക് നോക്കിയാലോ. യെസ്, എക്സ് ടെൽസ് വൈ അല്ലെ. എക്സ് വൈയോട് പറയാണ്, ഇഫ് യു നീഡ് ടു ഗ്രോ ദ സെയിൽസ് ഓഫ് യുവർ കമ്പനി അല്ലെ, നിന്റെ കമ്പനിയിലെ സെയിൽസ് ഭയങ്കരമായിട്ട് കൂടണമെങ്കിൽ, ഗ്രോ ചെയ്യണമെങ്കിൽ, യു ഷുഡ് അഡ്വർടൈസ് ഇൻ ദ ന്യൂസ് പേപ്പർ എ. അപ്പോ എക്സ് വൈയോട് പറയണം, എടാ കമ്പനിയുടെ സെയിൽ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, എ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ കൊടുക്കും കേട്ടോ എന്നൊരാൾ സ്റ്റേറ്റ്മെന്റിൽ പറയണമെങ്കിൽ എന്ത് മൂപ്പർ അസ്യൂം ചെയ്തിട്ടായിരിക്കുമല്ലോ ചോദ്യം. നമുക്ക് നോക്കാം. ന്യൂസ് പേപ്പർ എ ഹാസ് എ മോർ എക്സ്റ്റെൻസീവ് സർക്കുലേഷൻ ദാൻ അതർ ന്യൂസ് പേപ്പർ. അപ്പൊ ഒരിക്കലും ഒരാൾ പൊട്ട പരിപാടി അല്ലേ, ഒരു സർക്കുലേഷനും ഇല്ലാത്ത ന്യൂസ് പേപ്പറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി പൂട്ടട്ടെ എന്ന് നെഗറ്റീവായിട്ട് ആരും ചിന്തിക്കാറില്ല. നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ് വൈയോട് പറയണത് അതെ ഇന്ന ന്യൂസ് പേപ്പറിൽ കൊടുത്താൽ മതി എന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പേഴ്സൺ നല്ല ഉറപ്പാണ് അത് കുറച്ചുകൂടെ ആൾക്കാർ വായിക്കുന്നതാണ്. അങ്ങനെയല്ലേ നമ്മൾ പോസിറ്റീവായിട്ടല്ലേ സജസ്റ്റ് ചെയ്യുള്ളൂ. യെസ്. അപ്പൊ എന്തായാലും ഇത് ശരിയായിട്ടുള്ള വാട്ട് അസംഷൻ ആണ്. രണ്ടാമത്തെ, സെയിൽസ് ഓഫ് വൈസ് കമ്പനി ആർ ഡൗൺ. സി, നമ്മൾ അടിപൊളിയായിട്ട് പോകുന്നില്ല, എടാ നിന്റെ കമ്പനിയുടെ സെയിൽ കൂട്ടാൻ നിന്ന് ആരെങ്കിലും പറയൂ അല്ലേ? മൂപ്പരുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെ. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ. അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെ നല്ല ലാഭം, ലൈക്ക് ഒരു
400 times ഒക്കെ ഗ്രോ ചെയ്ത ഒരു കമ്പനിയുടെ അടുത്ത് പോയിട്ട് എടാ സെയിൽ കൂട്ടാന്ന് പറയും. ഓൾറെഡി നല്ല ലാഭമുള്ള ഒരു കമ്പനിയിൽ പിന്നെയും അത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആരെങ്കിലും സജസ്റ്റ് ചെയ്യോ? യൂഷ്വലി ഇല്ല, അല്ലെ? അപ്പൊ ഒരിക്കലും അങ്ങനെ ആരും സജസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഒരാളൊരു പ്രശ്നം ഇന്നതുപോലെ ചെയ്യ് എന്ന് പറയുകയാണെങ്കിൽ സെയിൽ കുറവായത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ അതിന്റെ ഒരു സൊല്യൂഷൻ ആണല്ലോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെ? എന്ന് പറയുമ്പോൾ സെയിൽസ് ഓഫ് വൈസ് കമ്പനി ആർ ഡൗൺ എന്ന് പറയുന്നത് എന്തായാലും അസ്യൂം ചെയ്തിട്ടായിരിക്കാം മൂപ്പര് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവുക. വിച്ച് മീൻസ് ഇവിടെ ഓപ്ഷൻ സി ബോത്ത് അസംപ്ഷൻ 1 and 2 ആർ ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള വാട്ട് ആൻസർ ആണ്. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പറയുന്ന ക്വസ്റ്റ്യൻ എടുക്കുക, പോസ് ചെയ്യുക നിങ്ങൾ എല്ലാവരും, ദെൻ ആൻസർ കമന്റ് ബോക്സിൽ പറയുക. ഓക്കെ, കൃത്യമായിട്ട് നോക്കുക. സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത് അത് മാത്രം എടുക്കുക. ഓവറായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യേണ്ട. നമ്മൾ അസ്യൂം ചെയ്യേണ്ട കാര്യം എന്താ? ആ സ്റ്റേറ്റ്മെന്റിലോട്ട് എത്താൻ, അല്ലെ? ആ ഫൈനൽ ഡിസിഷനിലോട്ട് എത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ അസ്യൂം ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. സ്റ്റേറ്റ്മെന്റിലൊക്കെ ഇങ്ങനെയായിരിക്കും, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പോസ് ചെയ്യുക, ശ്രദ്ധിച്ച് വായിക്കുക സ്റ്റേറ്റ്മെന്റ്, ദെൻ കൃത്യമായിട്ടുള്ള ആൻസർ കമന്റ് ബോക്സിൽ എല്ലാവരും പറയാം. ഓക്കെ അല്ലേ? അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും ഉണ്ടാവും. ഇനിയും ഒരുപാട് വീഡിയോകളായിട്ട് നമ്മൾ വരും. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. യെസ്, നമ്മുടെ RRB റെഗുലർ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന എല്ലാ റെയിൽവേ എക്സാംസിനെയും ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്കായിട്ടല്ല ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് എഴുതാം. എല്ലാ എക്സാം, ഈവൻ SSC എക്സാം ആണെങ്കിലും ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ എക്സ്ട്രാ നോക്കണമെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് RRB റെഗുലർ ബാച്ച്. അപ്പോൾ ഓൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും ഫീസും എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്, നോക്കുക. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് വീണ്ടും കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്. ബൈ ബൈ.